വീട്ടിൽ പെറ്റുപെരുകി വരുന്ന എലികളെ പല്ലികളെ പാറ്റകളെ എല്ലാം തുരത്താൻ വീട് വെട്ടിത്തിളങ്ങാൻ നല്ല സുഗന്ധം പരക്കാൻ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി. ഇതെങ്ങനെ നമ്മളിത് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. വളരെ നല്ല ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിനായിട്ട് വേണ്ടത് ഈ ഒരു സാധനമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് പാറ്റ ഗുളിക. എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ് കേട്ടോ. മെഡിക്കൽ സ്റ്റോറിൽ വരെ ഇത് കിട്ടുന്നതാണ്. അന്നപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊരു പാക്കറ്റ് മേടിച്ച് വെച്ചോളൂ. 30 രൂപ അങ്ങോട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് മേടിച്ച് വെച്ചോളൂ. അതിനുശേഷം നമുക്കിതെങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിലേക്ക് ഒരു 4 എണ്ണം എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ. ഈ 4 എണ്ണം നമുക്ക് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, വീട്ടിലെ എലിശല്യം കൂടുതലാണോ, പല്ലി പാറ്റ ഉറുമ്പ് ഇതെല്ലാം കൂടുതലാണോ എങ്കിൽ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് വീട് തുടയ്ക്കുമ്പോഴും ഈ എലികൾ വരുന്ന ഭാഗങ്ങളിലെല്ലാം സ്പ്രേ ചെയ്ത് വെച്ചാൽ, തുടയ്ക്കുമ്പോഴാണെങ്കിൽ ഉറുമ്പിൻ്റെ പാറ്റയുടെ പല്ലിയുടെ ഒക്കെ ശല്യം മാറുന്നതായിരിക്കും. ഈ പല്ലി പാറ്റ വരുന്ന വഴിയെല്ലാം സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിലും നല്ലൊരു മാറ്റം നമ്മുടെ വീട്ടിൽ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഇതുങ്ങൾ വരില്ലെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അതിൻ്റെ ഒരു പാക്കറ്റുള്ള കവറിൽ തന്നെയാണ് ഇട്ടതിന് ശേഷം 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു കുപ്പി നിറച്ചാണ് ചെയ്ത് വെക്കുന്നത്. 1 മാസത്തേക്കുള്ള ഞാൻ ഇവിടെ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്ത് വെക്കണം. കുറേ നാളത്തേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന അഴുക്കായി ചള്ളായി പോകത്തൊന്നുമില്ല. അപ്പം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കാത്ത ഇതുപോലത്തെ പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കംഫർട്ട് ഇല്ലെങ്കിൽ സോപ്പ് ലിക്വിഡ് ഉണ്ടല്ലോ, അതാണെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ ഏറ്റവും നല്ലൊരു സ്മെല്ലും നല്ലൊരു മണം, ഒരു സുഗന്ധമായിട്ട് നിൽക്കുന്നത് കംഫർട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ കംഫർട്ട് ഒരു പാക്കറ്റ്, ചെറിയൊരു പാക്കറ്റിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ പാറ്റ ഗുളിക നമ്മുടെ ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഒന്നും കലക്കണ്ട. കാര്യം ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടാലും പച്ചവെള്ളത്തിലിട്ടാലും ഇത് നല്ലപോലെ കലങ്ങി സെറ്റാവില്ല. പകരം ഇത് ഇങ്ങനെ തന്നെ പൊങ്ങി നല്ല അലിയുന്ന സാധനമല്ല ഈ പാറ്റ ഗുളിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. നല്ലപോലെ പൊടിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ കംഫർട്ടോടെ പൊട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപയോഗിക്കാത്ത സ്പൂണോ പാത്രങ്ങളോ എടുക്കാവുള്ളൂ. ഇതിന് പാറ്റ ഗുളികയുടെ ഒരു സ്മെല്ല് പാത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ നല്ല ബൗൾ എടുത്താൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ പാത്രം എടുക്കാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ തന്നെയാണ് നല്ലത് കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഫുള്ളിനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ 5 പാറ്റ ഗുളികയ്ക്ക് ഇതുപോലെ നമുക്കൊരു പാക്കറ്റ് കംഫർട്ടാണ് വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് എടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ, ഇത് പച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്, എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്കൊരു സൂത്രം കൂടി ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി വേണ്ടത് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിക്കുന്നില്ല, പകരം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബേക്കിംഗ് സോഡ ബാഡ് സ്മെല്ലിനെ എല്ലാം അബ്സോർവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ സാധാരണ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലുള്ള എന്താണെങ്കിലും നമ്മൾ ലിക്വിഡുകളൊക്കെ മേടിച്ച് ഒഴിക്കാറുണ്ട്, നമ്മൾ ലോഷനൊക്കെ ഒഴിക്കാറുണ്ട്. പകരം നമ്മൾ ഈ ഒരു ഇത് മാത്രം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ ആ കുട്ടികൾ ബാത്റൂമിൽ കയറി ഇറങ്ങി ഒക്കെ ബാഡ് സ്മെല്ല് ഭയങ്കരമായിരിക്കും. മൂത്രമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ കാരണം പിന്നെ നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ കുട്ടികളെ ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങി വന്നാലും നമ്മൾ കുറച്ചിരുന്ന് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. വീടിൻ്റെ അകമെല്ലാം ഫുള്ള് സുഗന്ധമായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതോടെ ഒഴിച്ചതിന് ശേഷം ഞാനിതിവിടെ ഒരു കുപ്പിയിലേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇത് എടുക്കണ്ട. കാര്യം അതിൻ്റെ അകത്ത് നമ്മുടെ പാറ്റ ഗുളിക കിട്ടത്തില്ലാത്തത് കാരണം സ്പ്രേ ബോട്ടിൽ ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് ഇതുപോലെ കുപ്പി അല്ല നിങ്ങൾ അരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അത് പാറ്റ ഗുളികയുടെ ഇതെല്ലാം പോകും കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കുപ്പിയിലേക്ക് ആക്കുക. പിന്നെ ഇതുപോലെ കുപ്പിയിലാണ് എടുത്തത്, വലിയൊരു കുപ്പിയാണ്. പിന്നെ കറക്റ്റ് ഞാൻ ഇതിലിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ. നിങ്ങൾക്ക് 2 ലിറ്റർ വെള്ളത്തിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതെല്ലാം കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ 1 ലിറ്റർ വെള്ളം കറക്റ്റ് ഞാൻ ഇവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ കുപ്പിയുടെ അടപ്പിനൊരു ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ തുടച്ചെല്ലാം കാണിക്കാം. നല്ല റിസൾട്ട് കിട്ടും. കാര്യം നമ്മുടെ വീടിൻ്റെ അകം എത്ര നമ്മൾ വൃത്തിക്ക് സൂക്ഷിച്ചാലും
പാറ്റ പല്ലിയുടെ ഒക്കെ ശല്യം എങ്ങനെയാണെങ്കിലും വീടിനുള്ളിൽ വരും. അപ്പോൾ ഒരു നമ്മുടെ ഭിത്തിയുടെ സൈഡിൽ കൂടെയൊക്കെ ആണെങ്കിലും ഉറുമ്പ് ഇങ്ങനെ ലൈനായിട്ട് പോകും. അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്ര തുടച്ചാലും ഈ മീൻ്റെ ആണെങ്കിലും ചിക്കൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ എപ്പോഴും വരും. അപ്പോൾ ഇത് കുറച്ചൊഴിച്ചിട്ട് നമ്മളിതൊരു തുണി വെച്ച് തുടച്ചിടുകയാണെങ്കിൽ കണ്ണീച്ച അങ്ങനെ പൊടിയീച്ചകളൊക്കെ ഇല്ലേ അതൊന്നും വരത്തില്ല. കൊതുകിൻ്റെ ശല്യം പോലും ഇല്ലാണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മുടെ വീടൊക്കെ തുടയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ബക്കറ്റിൽ വെള്ളം എടുക്കുന്നതിൻ്റെ കൂടെ ഇത് കുറച്ചൊഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സാധാ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ വീട് തുടയ്ക്കുന്നത് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ സൊല്യൂഷൻ എടുത്തിട്ട് കുറച്ച് ആ സൈഡിലെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നമ്മൾ തുടച്ചിടുവാണെങ്കിൽ നല്ല മണമായിരിക്കും. പിന്നെ തറയിൽ കൂടെ വരുന്ന പാറ്റ പല്ലി ഇങ്ങനെ അതുപോലെ തന്നെ ഈ ഉറുമ്പുകൾ ഇതൊന്നും പിന്നെ ആ വശത്തോട് വരുത്തില്ലെന്ന് ഉറപ്പാണ് കേട്ടോ. പിന്നെ ഇതിന് ഒരു കുറച്ച് സൊല്യൂഷൻ നമ്മൾ ഈ ഉറുമ്പൊരു ഹോള് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഹോളിനുള്ളിൽ നിന്നും ഉറുമ്പ് വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ല വീട് തുടയ്ക്കാൻ വരെ നമുക്കിത് നല്ലതാണ്. ഇത് കുറച്ച് നമ്മൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി. വെളിയിൽ കാശ് മുടക്കിയിട്ട് ഇതുപോലെ വലിയ വില കൊടുത്തൊന്നും സാധനങ്ങളൊന്നും വീട് തുടയ്ക്കാൻ മേടിച്ച് വെക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതുപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ബാത്റൂമിനകത്തോട്ട് ഇത് കുറച്ച് കൊണ്ടൊഴിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല സ്മെല്ലാണ്, നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളത് ചെയ്ത് നോക്കും. ഇങ്ങനെ നമ്മൾ അത്യാവശ്യപ്പെട്ട ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വന്നാൽ പോലും കുട്ടികളെങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും മൂത്രത്തിൻ്റെ ഒക്കെ. അപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്നൊന്ന് പോയിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ നല്ലതായിട്ട് നല്ല ഫ്രഷായിട്ട് അതിങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഇപ്പം മഴക്കാലമാണല്ലോ, ആ മഴയത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോൾ അങ്ങനെ ഒരു ഉളുമ്പുവാട പോലെ ഒരു സ്മെല്ല് വരും, ഒരു ബാഡ് സ്മെല്ല് വരും. ആ സ്മെല്ലൊക്കെ പോകാനും അതുമാത്രമല്ല പെരിച്ചാഴികൾ ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ ശല്യങ്ങൾ, അതുപോലെ തന്നെ പെരിച്ചാഴികളുടെ ശല്യം, പിന്നെ രാത്രി കാലങ്ങൾ നായ്ശല്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ്റെ ആ സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ ചെടിയുടെയൊക്കെ ഒരു ഭാഗങ്ങൾ ചെടികളിൽ വീഴാതെ സൈഡുകളിലായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടതിന് ശേഷം അതുപോലെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ സൈഡിലെല്ലാം ഓടിച്ചിട്ടുണ്ടെങ്കിൽ നായ്ക്കൾ ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നായ്ക്കളൊന്നും വീട്ടിലേക്ക് ഇറങ്ങി വരത്തുമില്ല. അതൊക്കെ കയറി നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ നശിപ്പിച്ചിട്ട് വെച്ചിട്ട് പോകാറാണ് പതിവ്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ട്, നമ്മുടെ സ്റ്റെയർ ഗേറ്റ്സ് എല്ലാം തുടയ്ക്കാനും കാര്യം ഈ പല്ലിയൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഭിത്തി വരിയൊക്കെ വന്നിരിക്കും. അപ്പോൾ ഇത് സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഇത് പോകണം. അതുപോലെ എലികൾ, പെരിച്ചാഴികൾ ഇതൊക്കെ ഭയങ്കര ശല്യമായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു സൈഡുകളിലെല്ലാം നമ്മളിത് കൊണ്ടുപോയിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തി ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ ഇത് കണ്ടില്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം പല്ലിശല്യം കൂടുതൽ കാരണം പല്ലി കഷ്ണങ്ങളൊക്കെ ഇഷ്ടംപോലെ ഈ സൈഡിലെല്ലാം മീൻ കിടപ്പുണ്ട് കേട്ടോ. അതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചൊന്ന് തുടച്ചിടുവാണെങ്കിൽ പല്ലിശല്യം ആ ഒരു സൈഡിലും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇത് ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. ഈ ഗ്ലാസ്സൊക്കെ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് തുടച്ചിടുവാണെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങി കിടക്കും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ അടിച്ച് വീടിനെ ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ലൊരു സുഗന്ധമായിട്ട് നമ്മുടെ വീടും പരിസരവും എല്ലാം നല്ല സുഗന്ധമായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് എലികൾ മുതൽ വീട് വരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ് കേട്ടോ. നല്ലൊരു സൊല്യൂഷനാണ്. അതുകൊണ്ട് നമുക്കിത് ഇതുപോലെ തുടച്ചിടാം. ചില്ലുകളെല്ലാം അത് ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തുടച്ചിടാം. നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് തുണി വെച്ചിട്ടാണെങ്കിലും നമുക്കൊന്ന് മുക്കിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെല്ലാം തുടയ്ക്കുവാണെങ്കിൽ, അതുപോലെ നമ്മുടെ ഫർണിച്ചറുകളൊക്കെ ഇരിക്കുന്നതൊക്കെ തുടച്ചിടുവാണെങ്കിൽ അങ്ങനെയൊന്നും അതിലൊന്നും ഉറുമ്പുകൾ കയറുക ഒന്ന് ഈ ഊറാങ്കുത്തലെന്ന് പറയുന്നൊരു സാധനം വരുമല്ലോ, അത് ഇങ്ങനെ പൊടിയായിട്ട് ചില തടികളൊക്കെ കേടാകുമ്പോൾ വരുന്നതാണ് ഊറാങ്കുത്തൽ. അതൊക്കെ ഇങ്ങനെ തറ ഇങ്ങനെ വീണ് കിടക്കില്ല. ആ ഭാഗങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചിടുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും. ഇപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പെല്ലാം ഇങ്ങനെ നമ്മളൊന്ന് ആ ഒരു വെള്ളത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉറുമ്പ് കയറിയ സൈഡിൽ കൂടെ വരുമായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് ചെയ്ത് നോക്കും. അടിപൊളി ഒരു സൊല്യൂഷനാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്സ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കണ്ടത് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗത്ത് നമ്മളിത് ഇതുപോലെ അലക്കുകല്ലുള്ളിടം,
അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം വന്ന് മഴവെള്ളം വന്ന് ഇങ്ങനെ പാറ വഴി ഇങ്ങനെ ചാടിയിട്ട് വരുന്ന ഓവൊക്കെ ഉണ്ട്. ആ ഓവിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ നിൽക്കുക. അവിടെയൊക്കെ എലികളും പെരിച്ചാഴികളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അവിടെയൊക്കെ ഒഴിച്ചിടുക. അതുപോലെ അലക്കല്ലിൻ്റെ അവിടെയാണെങ്കിൽ എലികളുടെ ശല്യം കൂടും. കാര്യം മണ്ണൊക്കെ മാന്തി നശിപ്പിച്ചിടാറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇതൊന്ന് സന്ധ്യാസമയത്ത് വേണം നിങ്ങൾ ചെയ്യാൻ. ഈ എലികളെ പിടിക്കാനാണ് പാമ്പുകളൊക്കെ കയറി വരുന്നത്. അപ്പം ഈ എലികളെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തുവാണെങ്കിൽ നമുക്ക് ഈ പാമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ കണ്ടില്ല, നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗത്തുള്ള കൃഷി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം കൊണ്ടൊന്ന് ചെടികളൊക്കെ കൂട്ടമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അവിടെ എല്ലാം കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പാമ്പിൻ്റെയോ എലിയുടെയോ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ ആ ഒരു വശത്തു നിന്നും വീടിൻ്റെ ഫുൾ ഭാഗത്തു നിന്നും പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ചെയ്തും കൊണ്ട് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.